അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനൊന്നുമല്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശമില്ലാതായിപ്പോയി. അപ്പോൾ ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തനിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. കണ്ണീരോടെ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മളെപ്പറ്റി കംപ്ലൈൻറ്റ് പറയാനൊരു ഇടവരരുത്. പക്ഷേ അവരെന്നെ ഒരുപാട് വേദനിപ്പിച്ചു, എന്നെ കൊണ്ട് താങ്ങാൻ. എല്ലാവർക്കും നമസ്കാരം. സിലു ടോക്ക് ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും ഡിവോഴ്സായി. അവർ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ന്യൂട്രലായിട്ട് ഉള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അവരുടെ വർത്തമാനങ്ങൾ കേട്ടെടുത്തോളം എനിക്കൊരിക്കലും അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തോന്നിയില്ല. കാരണം ഒരുമാതിരി മറ്റേ അടുത്ത വർത്തമാനമാണ് ചില സമയങ്ങളിൽ അവർ പറയുന്നത്. ഏത് നമ്മളെ ഒരുമാതിരി ഉണ്ണാക്കന്മാർ, അവർ വലിയ എന്നുള്ള രീതിയിൽ. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഈ ഒരു സ്വഭാവമാണ്, ഈ ഒരു ഗുണമാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം, ഇവരുടെ ഭർത്താവിന്റെ ഭാഗം കൂടി ഒന്ന് കേൾക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് ഇവരുടെ ഭർത്താവിന്റെ സൈഡും കൂടി ഒന്ന് കേൾക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കണ്ട സമയത്ത് എനിക്ക് പാവം പോലെ തോന്നി. പക്ഷെ ഏതൊക്കെ ഒരു പോയിന്റിൽ ഇവരെന്തോ ഒരു മിസ്സിങ് എനിക്ക് അടിച്ചു. പിന്നെ ഓരോ ദിവസവും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ തന്നെ ഇവർ ചെളിവാരി അടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങും ഇങ്ങും തൊടാതെ എല്ലായിടത്തും കൂടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് തട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേ എനിക്കൊരു നെഗറ്റീവ് അടിച്ചു അവിടെ കൂടി. അതുകൊണ്ട് റീസെന്റ് ഞാൻ ചെയ്തു തീർത്തിയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കേസ്, ഇവരിങ്ങനെ വന്നിട്ട് ചുമ്മാ സങ്കടം ഈ സാധനം ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പം, ഇനി ചിലപ്പോൾ റിയൽ ആണെങ്കിൽ, റിയൽ ആവാം, അല്ലെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിൽ ഒരു ബ്രേക്ക് എടുക്കുക, ഇതിൽ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് എടുത്ത് കുറച്ച് നാൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം, മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട്. അല്ലാത്ത പക്ഷം നിരന്തരം വന്നിരുന്നിട്ട് ഞാൻ ദുഃഖത്തിലാണെന്നുള്ള രീതിയിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു മിസ്മാച്ചിങ് അടിക്കുന്നത്, ഇതെല്ലാം റീച്ചിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും റീസൺലി നടന്നിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിലുവിന്റെ ഹസ്ബൻഡ് സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ചാനലും തുടങ്ങി. ഞാൻ ആ ചാനലിന്റെ ഇത് ഇവിടെ ഒന്ന് കൊടുക്കാം. ജി ടോക്സ് ഗഫൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി. 10.1K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒറ്റ വീഡിയോ ആണ് ചാനലിൽ ഇട്ടിട്ടുള്ളത്. ആ ഒരൊറ്റ വീഡിയോ തന്നെ 1.6 lakh വ്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിൽ ആദ്യം തന്നെ നമ്മുടെ ഗഫൂറൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ് വെറുതെ. 4200 ലൈക്ക് ഉണ്ട്. ഓക്കെ, കമന്റ്സും അതുപോലെ തന്നെ ഒരുപാട് കമന്റ്സും ഉണ്ട്. അപ്പൊ ഗഫൂറൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഹായ്, എന്റെ പുതിയ ചാനലായ ജി ടോക്സ് ഗഫൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹം പുതിയ ചാനൽ തുടങ്ങി. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, സിലു ട്രേഡേഴ്സ് ഇക്ക ഓഫർ മായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടൈറ്റിൽ തംബ്നെയിലൊക്കെ കൊടുത്തിട്ട് വന്നത്. പക്ഷെ ആൾക്കാർ ഓടിക്കയറി വീഡിയോ കണ്ടത് ഈ സെയിൽസ് കാണാനല്ല, ഇതിന്റെ അകത്ത് ഈ വ്യക്തി എന്താണ് പറയുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഓടിക്കൂടിയത്. എന്തായാലും ഇയാൾ പറയുന്ന കാര്യങ്ങളിന് പുറമെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇയാൾ പറയുന്നതിൽ നിന്ന് തന്നെ കുറച്ച് പോയിന്റ്സ് നമുക്ക് ചൂണ്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് ഏതാണ്ട് പറയാതെ പറഞ്ഞു വച്ചു പോകുന്നത് പോലെ എവിടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. ഓക്കെ, ഇങ്ങനെ ഈ ഊഞ്ഞാല് വിൽപ്പനയാണ് കേട്ടോ. ഊഞ്ഞാലിന്റെ ഓഫർ പ്രൈസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്ത് ഊഞ്ഞാലാണോ, ഇരുമ്പാണോ, തടിയാണോ, മറ്റേ മുളയാണോ, എനിക്കറിയത്തില്ല. എനിക്കിതിന്റെ പരിപാടിയൊന്നും അറിയത്തില്ല. ഞാനിപ്പോഴാണ് ഇവരെയൊക്കെ സത്യം പറഞ്ഞ ഒന്ന് നോട്ടീസ് ചെയ്ത് വരുന്നത്. എന്തായാലും നോക്കാം എന്താണ് ഇവരുടെ പരിപാടി എന്ന് നോക്കാം. ഓക്കെ, 2499 രൂപയ്ക്കാണ് ഊഞ്ഞാൽ കൊടുക്കുന്നത്. അതായത് 2500 രൂപയ്ക്ക്. എനിക്ക് തോന്നുന്നു ഇതെന്ത് മെറ്റീരിയൽ ആണെന്ന് അറിയത്തില്ല. 2500 രൂപയ്ക്ക് ഇത് ലാഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ വ്യക്തിക്ക് ഇപ്പൊ സിലുവിന്റെ ചാനലുമായിട്ട് ഒരു ബന്ധമില്ല. സിലുവിന്റെ ചാനലിൽ ഇനി സിലു തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിലു ടോക്സ് എന്ന് പറയുന്ന ചാനൽ. ഇതിൽ ആ 5 മക്കളെ വളർത്തി മുന്നോട്ട് പോകാൻ സിലുവിന് ആ ചാനൽ വേണം. ആ ചാനലിൽ കണ്ടന്റ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പോട്ടെ. പക്ഷെ ഇവിടെ ഗഫൂർ എന്ന് പറയുന്ന ഈ വ്യക്തി വന്നിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങി. അങ്ങനെയൊക്കെ ജീവിക്കണ്ടേ? ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചു. അവരുടെ ഇടയിൽ എന്താണ് തക്കതായ പ്രശ്നമൊന്നും അറിയത്തില്ല. ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചു പോകാൻ പറ്റാത്തതിന്റെ ആ പീക്ക് ലെവൽ റീസൺ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരാളുടെ റിയൽ ലൈഫും ഭയങ്കര വ്യത്യാസമാണ്. അത് ഇവരുടെ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇവിടെ സിലു ഈ വ്യക്തിയും മക്കളുമായിട്ടൊക്കെ ഹാപ്പി ആയിട്ട് നടക്കുന്ന കണ്ടപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചു വാട്ട് എ ഹാപ്പി ഫാമിലി എന്ന്. പക്ഷെ കണ്ടില്ലേ, അതാണ് പറയുന്നത്, റിയൽ ലൈഫും വ്യത്യാസമാണ്. അതിപ്പോ എന്റെ ആയാലും നിങ്ങളുടെ ആയാലും എല്ലാവരുടെയും. നമ്മളെല്ലാവരും
റിയൽ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണിക്കാനായിട്ടാണ് ശ്രമിക്കാറ്. പിന്നെ തകർന്ന് തരിപ്പണമാകുമ്പോൾ ഇതുപോലെ നാട്ടുകാർ അറിയും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പം ഗഫൂർക്ക് വന്നിട്ട് ഇപ്പുറത്ത് സെപ്പറേറ്റ് ചാനൽ തുടങ്ങി, ഒറ്റ വീഡിയോ ഉണ്ട് 10K സബ്സ്ക്രൈബർ മേടിച്ച്. എന്തായാലും നമുക്ക് ബാക്കി കേട്ടോക്കാം. ഓക്കെ, എല്ലാ സാധനങ്ങളും സംവിധാനങ്ങളോടുകൂടിയാണ് ഈ വ്യക്തി ഈ സാധനങ്ങൾ വിൽക്കുന്നത്. മീൻസ് ഈ ഒരു ചെയർ, മീൻസ് മറ്റേ ഊഞ്ഞാൽ ആ സംഭവം. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നവരൊക്കെ ഒന്ന് വാങ്ങി ഹെൽപ്പ് ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞ വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് എവിടെയും ഒരു പാവം ഫീൽ തോന്നിയിട്ടുണ്ട്. മുന്നേയുള്ള വീഡിയോസ് ചെക്ക് ചെയ്ത സമയത്തും ആ വ്യക്തി ഒരു പാവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു സത്യം പറഞ്ഞാൽ എന്തോ ഒരു എനിക്ക് എവിടെ ഒരു പാവം ഫീൽ ഈ വ്യക്തിയെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. നമുക്ക് ഒരാളുടെ അപ്പിയറൻസ് വെച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും എവിടെയോ എൻ്റെ ജഡ്ജ്മെന്റിലും അത് ചിലപ്പോൾ തെറ്റാവാം ശരിയാവും, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ എനിക്ക് ഈ വ്യക്തിയെ കാണുമ്പോൾ ഒരു പാവം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ചെയറൊക്കെ ആവശ്യമുള്ളവരെ മേടിച്ച് സഹായിക്കുക, അത് അവർക്കും വലിയൊരു ഉപകാരമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തായാലും ആ വ്യക്തിക്കും ജീവിക്കണ്ടേ, എന്ന് സിലുവുമായിട്ട് ഡിവോഴ്സ് ആയെന്ന് വെച്ച് ജീവിക്കണമല്ലോ. പക്ഷെ സിലുവിന്റെ വർത്തമാനങ്ങൾ എനിക്ക് എപ്പോഴും അഹങ്കാരം ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ റിയാക്ട് ചെയ്തത്. പക്ഷെ ഈ വ്യക്തിയിലെ സംസാരത്തിൽ എനിക്ക് എന്തോ ഒരു പാവം തോന്നി. ഓക്കെ, ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് വിൽക്കുന്നതിന്റെ റീസൺ ഈ വീടൊക്കെ കൊടുത്തിട്ട് പോകാനുള്ള സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഇനി ഇവിടെ നാട്ടിൽ നിൽക്കാനല്ല, ദുബായിലാ എങ്ങാണ്ട് പുറത്തെങ്ങാണ്ട് പോയി സെറ്റിൽ ആവാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി ഇവിടെ വേണ്ട, ഇവിടെ ഒരു പരിപാടിയും വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ള സെറ്റപ്പിലാണ് ആ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഭാര്യയായിട്ടൊക്കെ ഡിവോഴ്സായി ഇനി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. നാട്ടിൽ ഓരോ നാറുകൾ ചോദിക്കും, നാട് മൊത്തം അറിയിച്ചല്ലോ, ഭാര്യ തന്നെ നാട് മൊത്തം അറിയിച്ചല്ലോ ഡിവോഴ്സ് ആയെന്നും ഭർത്താവിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിലുള്ള മിസ്ലീഡിങ് സാധനങ്ങൾ ഭാര്യ തന്നെയല്ലോ ഇട്ട് കൊടുത്തത്. ആ സ്ഥിതിക്ക് ആ വ്യക്തിക്ക് ഇനി നാട്ടിൽ നിൽക്കാനുള്ള ഒരു ഇത് കാണും, ഒരു വിഷമം കാണും, നാട്ടുകാർ ചോദിക്കും. അതൊക്കെ ഫേസ് ചെയ്യേണ്ട ആ വ്യക്തിയാണല്ലോ. കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാമല്ലോ. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കംഫർട്ടും കൂടി നമ്മൾ നോക്കണം. നമ്മൾ നാട്ടുകാരുടെ മുന്നിൽ എല്ലാം വിളിച്ച് പറയുന്ന സമയത്ത് ആ വ്യക്തിയെ കുറിച്ചും കൂടി ഒന്ന് ആലോചിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. ഇതുപോലെ തൂക്കിയിട്ടതിനാണ് നമുക്ക് 2499 രൂപയില്. ഇതില് നമുക്ക് ചെയിൻ ഉണ്ടാവും, രണ്ടിന്റെ അടുത്തുള്ള ചെയിൻ ഉണ്ടാവും, പിന്നെ മുകളിലൊരു ഹൂക്ക് ഉണ്ടാവും, താഴെ ഒരു ഹൂക്ക് ഉണ്ടാവും, അതിന്റെ തൊട്ട് ഇടയിലൊരു സ്പ്രിങ് ഉണ്ടാവും, പിന്നെ കുഷൻ ഉണ്ടാവും. ഇതെല്ലാം പാടെ ചേർത്തിട്ട് സത്യം പറഞ്ഞാൽ എന്റെ ഇവിടെ ഒരെണ്ണം വാങ്ങി തൂക്കിയിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഡെലിവറി എങ്ങനെയാണ്? ഇത് ഇത്രയും വലിയ സാധനം ഇളക്കി ഫിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ സെറ്റപ്പ് ആണോ? എന്തായാലും നോക്കണം. ഞാനൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാൻ പോകുന്നു. നോക്കട്ടെ, എനിക്ക് എന്റെ റൂമിൽ ഒരെണ്ണം പറ്റുമെങ്കിൽ മേടിച്ചു കിട്ടണം. ഇപ്പൊ ഏറ്റവും കുറവ് റേറ്റ് ആയ 2499 രൂപക്കാണ്. 2499 രൂപക്കാണ്. അത് 2499 ആണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് താങ്ങുന്ന വരെ കമ്പനി പറയുന്നുണ്ട്. 200 വരെ കമ്പനി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, 200 വരെ വെയിറ്റ് താങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു മനുഷ്യകാരി വന്നവർ 90-100 കിലോന്റെ അടുത്തല്ലേ വരുള്ളൂ. അപ്പൊ ആ വെയിറ്റ് എന്തായാലും താങ്ങും. സ്റ്റാൻഡ് ആകുമ്പോൾ അത്ര ബുദ്ധിമുട്ടാണ്, അത്ര താങ്ങില്ല. അപ്പൊ ഇത് എന്തായാലും നമുക്ക് താങ്ങുമ്പോൾ ധൈര്യത്തിലിരിക്കാം. അപ്പോൾ വേണ്ടവർ പറഞ്ഞോളൂ. ഇതാണ് ഇതിന്റെ ഓഫർ. അപ്പൊ കളറുകൾ ഇതൊക്കെയാണ്. മുകളിൽ ബ്ലൂ, താഴത്തെ ഗോൾഡ്, പിന്നെ നമ്മുടെ പഴയ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് അത്യാവശ്യം പോകുന്ന കളർ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് കുഷന്, പിന്നെ അതുപോലെ തന്നെ പിങ്ക് കളർ, പിങ്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഗ്രീനും പിങ്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂവും ബ്രൗണും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഡ്. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നാണ് എനിക്കൊരു സംശയം. ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്ന ഉണ്ടോ എന്തോ അറിയത്തില്ല. നോക്കാം. നമുക്ക് റെഡ് കളർ വരുന്നുണ്ട്, റെഡ് ആൻഡ് ഗോൾഡൻ കളർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ 100 കിലോ വരെ വെയിറ്റ് ഓർഡർ ചെയ്യണേ. എല്ലാ കളറുകളുണ്ട്. അതുപോലെ തന്നെ ഏത് വേണമെങ്കിൽ കുഷൻ നിങ്ങൾക്ക് ഇടാം. ഇന്ന കുഷൻ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ബ്ലാക്കിന് വേറെ കളർ വേണമെങ്കിൽ വേറെ കളർ കുഷനുകളും തരും. അതുപോലെ തന്നെ ബ്ലൂവിന് ബ്ലൂ തന്നെ വേണമെന്നില്ല, ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് തരും. അപ്പോൾ ഏത് കുഷന് വേണമെങ്കിലും തരും. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 40 പീസ് മാത്രമേ ഉള്ളൂ. നല്ലത്
മൂക്കിൽ തൂക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റ് താങ്ങും. 200 രൂപ ചെയ്തോളൂ. കാരണം ഈ ഓഫറിന് നമുക്ക് കിട്ടില്ല. സ്റ്റാൻഡ് വേണ്ടവർക്ക് സ്റ്റാൻഡ് ഇടാം. എല്ലാവരും നമുക്ക് തൂക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂക്കിൽ തൂക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് നല്ല വെയിറ്റ് താങ്ങും. 200 രൂപ വെയിറ്റ് താങ്ങാറുണ്ട്. അപ്പോൾ ഏതാ വേണ്ടതില്ല നിങ്ങൾ എത്ര പെട്ടെന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതിൽ കൊടുക്കാം. അത് നോക്കിയിട്ട് എത്ര പെട്ടെന്ന് അതിന് മെസ്സേജ് അയക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഊഞ്ഞാല് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക, അറിയിക്കുക. കാരണം 40 പീസുള്ളൂ. ഈ വിലക്ക് ഇനി ഒരിക്കലും കിട്ടില്ല. ഒന്നാമത് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് കാര്യമാകുന്നത്. നോക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ഈ സാധനം കൊടുക്കുന്നത്. കാരണം ഫുള്ളായിട്ട് ഫില്ലാക്കിയുള്ളത് നോക്കാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് എത്ര പെട്ടെന്ന് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. പിന്നെ അതുപോലെ ഞാൻ പ്രവാസിയാണ്, ഗൾഫിൽ നിന്ന് വന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് ഓക്കെ, ആ വ്യക്തി തിരിച്ച് ഗൾഫിലോട്ട് പോകാനാണ് തയ്യാറെടുക്കുന്ന പ്രവാസിയാണ്, നമുക്കറിയാം. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തിരിച്ച് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഗഫൂർ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നല്ല കാര്യം. ചില ഹീലിംഗ് പീരീഡ് നല്ലതാണ്. കാരണം ഈ വ്യക്തിക്ക് ഒരിക്കലും വിഷമമില്ലാതിരിക്കൂലല്ലോ. തൻ്റെ 5 മക്കളെയും ഭാര്യയൊക്കെ വിട്ടു പോകുന്നതിൽ വിഷമം കാണും. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഇതുവരെ നമുക്ക് കൃത്യമല്ല. സിലു പറയുന്ന കുറച്ച് ഭാഗങ്ങളാണ് കേൾക്കുന്നത്. പിന്നെ ഈ വ്യക്തി ചിലപ്പം വിചാരിക്കും, അവൾ പറയുന്ന പറയട്ടെ, ഞാൻ എന്തിനാ അവൾ എന്നെ കരിവാരി തയ്ക്കുന്ന പോലെ അവളെ കരിവാരി തയ്ക്കുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി സംസാരിക്കത്തില്ല, ഉണ്ടായിരിക്കും, എന്തെങ്കിലും ആവട്ടെ, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, പോകുന്നു, പോയേണ്ട കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് ചിന്തിച്ച് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും പറയാനില്ല. എന്തായാലും സെയിൽസ് നടക്കട്ടെ. മാസങ്ങളുണ്ടാവും. അപ്പോൾ അതുപോലെ കടകാലൊക്കെ പടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ നല്ല ഓഫർ ഉണ്ടാവും. അതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ പാസ്സാക്കാൻ എല്ലാ സമയത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാസ്സാക്കാൻ പറ്റുന്ന അയക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചാറ്റ് വീഡിയോ എല്ലാ കാലത്ത് ചാറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ എനിക്ക് നേരത്തെ ചാനൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആകുന്നില്ല, വേറെ ആൾക്കാരാണ് ഓപ്പറേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു ചാനലുണ്ടായിരുന്നു, അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഞാനല്ല, വേറെ ആൾക്കാരാണ്. വേറെ ആള് സിലുവിൻ്റെ ചാനലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ആ ചാനൽ, നിങ്ങൾ ആ ചാനലിനൊന്നും വേണ്ടി പോകണ്ട, അത് സിലു തന്നെ നോക്കട്ടെ, മക്കളെ വളർത്തി ജീവിക്കട്ടെ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കൂ. ഇപ്പം തന്നെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞങ്ങളുടെ ചാനലിൽ 10K സബ്സ്ക്രൈബർ അറിയില്ല, പറക്കട്ടെ. ഓക്കെ, നമുക്ക് ആ ചാനൽ ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായിപ്പോയി. കാരണം ബന്ധങ്ങളെല്ലാം വേർപെട്ടല്ലോ, ബന്ധങ്ങളെല്ലാം വേർപിരിഞ്ഞല്ലോ. ഇനി ആ ചാനൽ ചോദിക്കാൻ ഒരു അവകാശവും ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ പോട്ടെ, ഇനിയിപ്പോൾ അവരുടെ പേര്, അവരുടെ മെയിൽ, അവരുടെ ഐഡിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അവകാശവും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അതിൽ ഞാൻ കുറ്റമൊന്നും പറയില്ല. സിലുവിൻ്റെ അടുത്ത് ആ ചാനലിൽ പോകേണ്ട കാര്യമില്ല. സിലുവിൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇടാതിരിക്കുക. സിലു പലവട്ടമായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ആ ചാനലിൽ ഞാൻ നേരത്തെ വീഡിയോ കുറേ ഇട്ടുണ്ടായിരുന്നു, ഞാൻ തെളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ 0-ൽ നിന്നാണ് തുടങ്ങുന്നത്, വട്ടപൂജയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതെ, 0-ൽ നിന്ന് ഒറ്റ വീഡിയോ കൊണ്ട് 10K സബ് ഒപ്പിച്ചില്ലേ. നമ്മളൊക്കെ 10K സബ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷം എടുത്ത്, സത്യം. നിങ്ങളൊക്കെ ഒറ്റ വീഡിയോ കൊണ്ട് ഒപ്പിച്ചില്ലേ, അതാണ് പവർ. കയറി വരും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഈ ചാനൽ മുന്നോട്ട് പോയി ഇതിൽ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട്. ഒരു ചാരിറ്റിയൊക്കെ പോണ ഉള്ളവരെ കുറേ ചാരിറ്റിയും അതുപോലെ തന്നെ നല്ല ഓഫർ, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഓഫർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കടക്കാർ കാര്യമാക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ക്യാഷിലാണ് ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കാനുള്ള സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇട്ടേരാന്ന് 2 ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണ്ടി നടക്കണം. ഓക്കെ, എല്ലാവിധ ആശംസകളും. ചാനൽ നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ, നല്ലോണം ചാനലൊക്കെ ഹൈപ്പിൽ കയറട്ടെ. എന്തായാലും നിങ്ങൾക്കും ജീവിക്കണ്ടേ അല്ലേ? നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ഈ നിഷ്കളങ്കത അല്ലെങ്കിൽ ഈ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ ഭാഗത്ത് മാത്രം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾക്കും മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ അവസ്ഥ. എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ ചോദിച്ച് നടക്കുന്ന കാലഘട്ടം. എന്തായാലും വേറെ ഒന്നും പറയില്ല. വീഡിയോ വലിയ പേര് ഓക്കെ, കമ്മിങ് സൂൺ. ഇനി എന്തൊക്കെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക. സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളവർ പോയി വാങ്ങുക. എനിക്ക് ആ ചെയർ 2500 ഇഷ്ടപ്പെട്ട്, മറ്റേ ഊഞ്ഞാലേ ആ സാധനം. നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴത്തെ കുറച്ച് കമൻസും ചോദിക്കാം. ഇത്രയും ഉഷാർ അന്ന് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇങ്ങനെ ആകുമായിരുന്നില്ല. കഷ്ടം. ഇക്ക, 2 പേരെ ഒരുമിച്ച് ജീവിക്കണം. കുട്ടികൾക്ക് അവരുടെ ഉമ്മയോടും ഉപ്പയോടും ഒപ്പമുള്ള ജീവിതമാണ് സന്തോഷമുണ്ടാവുക. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. അതെല്ലാം പുറത്ത് ക്ഷമിച്ച് ജീവിക്കണം. ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരസ്പരം തെറ്റുകൾ ക്ഷമിച്ച് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിക്കുക. അതിലൊന്നും ഞാൻ തലയിടാൻ ആരുമില്ല. പക്ഷെ കുട്ടികളുടെ അവസ്ഥ പരിതാപകരം തന്നെയാണ്, ഇല്ലെന്ന് പറയാനും പറ്റത്തില്ല. അപ്പനും അമ്മയുടെയും കൂടെ വളരുന്ന
ആ ഒരു സന്തോഷം കുട്ടികൾക്ക് കിട്ടത്തില്ല. അപ്പൻ വേറെ അമ്മ വേറെ ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടത്തില്ല. രണ്ടുപേരുടെ ഒപ്പം വളരുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ പാരന്റിങ്ങിന്റെ വലിയൊരു ഭാഗമാണ് അപ്പനും അമ്മയും ഒരുമിച്ച് നിന്ന് മക്കളെ വളർത്തുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കല്യാണം കഴിച്ചു എന്ന് വയ്ക്കുക, ഇപ്പം എനിക്ക് അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ പിള്ളേർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ആ പിള്ളേരുടെ ലൈഫിനെ അത് ഒരുപാട് ബാധിക്കും. മനസ്സിലായ? പിള്ളേരുടെ മൈൻഡിനെ ബാധിക്കും, പിള്ളേരുടെ ജീവിതത്തിനെ ബാധിക്കും. പിള്ളേർ അച്ഛൻ്റെ അമ്മയുടെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ടു വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അവർ വേർപിരിഞ്ഞൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ പിള്ളേർക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ മാക്സിമം ശ്രമിക്കുക, ഒന്നിച്ചൊക്കെ പോകാൻ പറ്റിയ അത്രയും നല്ലത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ. ആമേൻ. ഇക്ക എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു തീർക്കണം, രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം. അത്തരം കമന്റ്സിനെല്ലാം ഈ ഗഫൂറൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും ഒറ്റയ്ക്കാവുമ്പോൾ പവർ കൂടും, ഇനി ഇങ്ങനെ വേറെ ലെവലാകും, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കൂ, അങ്ങനത്തെ കമന്റ്സിന് ഇവിടെ ഇക്ക ലൈക്ക് അടിക്കുന്നുണ്ട്. ആ കുഞ്ഞു മക്കളെ ഓർത്ത് നിങ്ങൾ ഒന്നിക്കണം. കാരണം അങ്ങനത്തെ കമന്റ്സിനാണ് ഇങ്ങനെ ലൈക്ക് അടിക്കുന്നത്. ഇക്ക ഇപ്പോൾ ഉഷാറല്ലേ, സിലുവിന്റെ കൂടെ ഉള്ളപ്പോൾ ഇത്ര സ്ട്രോങ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ അടിപൊളി. അതായത് ഒറ്റയ്ക്കായപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞ കമന്റിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പാവം മക്കളെ കൂടി സുഖമായി ജീവിക്കൂ. പാവം മക്കൾ രണ്ടുപേരും ഒരുമിച്ച് കാണാനാണ് ആഗ്രഹം. ഞാൻ ഈ കമന്റ് എഴുതുമ്പോൾ എൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. അള്ളാഹു പ്രശ്നമില്ലാതെ കുടുംബ ജീവിതം ഇല്ല റബ്ബേ, ഇവരെ രണ്ടുപേരെയും ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. നന്നായി സഹോദര, താങ്കൾക്ക് കഴിവില്ല, കാര്യങ്ങൾ അറിയില്ല എന്ന രീതിയിൽ മാറ്റി നിർത്തിയവർക്കെല്ലാം മറുപടി ഈ ചാനൽ, എല്ലാ സപ്പോർട്ടും. അതെ, ഇനി ഇവരുടെ ഇതിലെ ഈ വ്യക്തി കുറച്ച് ഒരു ഇൻട്രോട്ട് ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങർക്ക് വിലയില്ലാണ്ട് ഇട്ട് കൊടുത്തതാണ്, ഇങ്ങനെ വിലയില്ലാണ്ട് പട്ടി വില കൊടുത്തിട്ടിരുന്നതാണോ സിലു എന്ന് കമന്റ് ബോക്സുകളും ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു കമന്റൊക്കെ. അതുപോലെ ചില അംശങ്ങൾ അങ്ങനെ തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് പാവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഈ വ്യക്തി എന്തോ ഒരു പാവം ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇക്ക നിങ്ങൾ ഒരുമിച്ച് ജീവിക്കൂ, കഴിഞ്ഞു പോയ പോസിറ്റീവ് ഒക്കെ നെഗറ്റീവ് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വേർപിരിയുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവരുടെ ഭാവിയെ അത്യാവശ്യം ബാധിക്കും. അച്ഛനും അമ്മയും വേർപിരിഞ്ഞൊക്കെ നിന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ഭാവിയെ അത്യാവശ്യം കുറച്ച് രീതിയിലൊക്കെ ബാധിക്കും. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് ഒഴിക്കുകയില്ല, 4 ഒഴിക്കുകയില്ല, എനിക്കൊരു തേങ്ങയില്ല. ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. ഒന്ന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വേർപിരിക്കുക എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കണ്ടേ. എനിക്ക് ഈ വ്യക്തിയെ കണ്ടിട്ട് പാവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു നിസ്സായ അവസ്ഥ, എന്തോ എവിടെയോ നഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ട് ഈ പറയുന്ന പോലെ കുറെ കാട്ടാപരാധം കാണിച്ച് കൂട്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമുക്കറിയത്തില്ല ഇവിടെ പേഴ്സണൽ ഇഷ്യൂസ് എന്താണെന്ന്. സിലുവും അങ്ങും തൊടാതെ കുറെ പറയുന്നുണ്ട്. ഇങ്ങേരാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഇങ്ങേരിന് സിലുവിനെ കഴിവായി തേക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്, അറിയില്ല. വോട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.